ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇലച്ചക്ക് ഉസാറായിട്ടുള്ളൊരു ചാറ് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. മീനൊക്കെ കൊണ്ടുവന്നാൽ അധികം മുറിച്ചരൽ മൂപ്പർ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ പുതിയാപ്ലകാക്ക. അപ്പം നമ്മൾ കുറേ നേരം കുത്തിറക്കേണ്ടി വരും. മൂപ്പർ നിന്നാട്ടട് കട്ടിംഗ് വെച്ചട് കട്ട് ചെയ്ത് തരലാണ്. അപ്പോൾ ചെമ്മീനായപ്പോൾ ഇപ്പോൾ കുറേ ഗതിയിടേണ്ടി വരും വിചാരിച്ചിട്ട് ഞാനോട് കൂടി കൊടുത്തതാണ് കേട്ടോ. അധികം മീൻ മുറിച്ചരൽ മൂപ്പർ തന്നെയാണ്. വെള്ളേ പറയാലോ നമുക്ക്. അപ്പോൾ ചെമ്മീൻ ഞങ്ങൾ രണ്ടാളും പാടെ ബേയാട് നന്നാക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാട്ടം കളയാൻ അത് മൂപ്പർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അത് ഞാൻ നൂല് വലിച്ചെടുക്കണമെങ്കിൽ ഞാൻ എന്നെ ഗതിയിടണം. ഇങ്ങനെ മുറിച്ചെറിയുണ്ടല്ലോ, അതിൻ്റെ ഒപ്പം ഭാഗ്യം എന്ന് വിചാരിച്ചല്ലേ. ചില ആണുങ്ങളപ്പോൾ ഇതിനൊക്കെ കിട്ടുമോ? ചില നട ചെമ്മീൻ കൊണ്ടുവന്നാലൊരു ഞൊഞ്ഞുണ്ട് ചെറിയ മക്കൾ ചെമ്മീനേക്കാരട്ടോ. ഇത് കുറച്ചൊക്കെ വലുപ്പമുണ്ട്. തല ഫുള്ളായിട്ട് അവിടെ പോവുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കിലോന് 100 ഉറുപ്പ്യുള്ളൂ ഇയാളെ, വലിയ പൈസയൊന്നുമില്ല. ചെമ്മീൻ എന്തോ ഒരു വില ഇനി ഈ ഇടയായിട്ടൊക്കെ 400-500 ഇനിയിപ്പോൾ കുറച്ച് ലാഭത്ത് കണ്ടപ്പം അങ്ങനെ അവിടെ വാങ്ങിയതാണ്. ഈ ചെമ്മീൻ്റെ വേക്കിലുണ്ടാണ് ഈ ഒരു നാരുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കാട്ടേക്കാരട്ടോ. പിന്നെ ഹോട്ടലിലൊന്നും ഇപ്പോൾ ഇത് വലിച്ചെടുക്കൂല എന്ന് മൂപ്പര് പറയുന്നോട് പറഞ്ഞിട്ടറിയില്ല. നമുക്ക് പേര ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വൃത്തിയും വെടുപ്പിലൊക്കെ ഉണ്ടാക്കണ്ടേ, അല്ലാതെ നമുക്ക് തൊള്ളേക്കടെ വെക്കാനായിട്ട് തോന്നൂല. പിന്നെ നമ്മൾ അയക്കും വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ അവിടെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. ചെറുള്ളിയും ചീരുള്ളിയൊക്കെ അവിടെ തൊളിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളി, പിന്നെ 4 പച്ചോടും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഒരു പൗതിയോടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കവാടൊന്നും വേണ്ട. ഒക്കവാട ഇട്ടാൽ നമ്മളെ കറി ഒരു മധുരമായിരിക്കും. ചെമ്മീൻ കറിക്ക് തോനെ സവാള ഇട്ടാൽ ഒരു രസം ഉണ്ടാവില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളമ്മാൻ്റെ ഉടിയിലുണ്ടായിനി കുളം തേകാറുന്ന ഒരു പരിപാടി. അന്ന് എത്രയും ഈ ചെമ്മീനൊക്കെ ഉണ്ടാലും പഠിച്ചോനെ പലതരം ചെറു മീനും ഉണ്ടാവും. അതൊക്കെ നമ്മളുണ്ട് കുരുവോളും മഞ്ഞപ്പൊടി ഉപ്പും തേച്ചിട്ട് പിന്നെ അടുപ്പ് ഇട്ടാട്ടൊരു ചുടൽ ഈളുമേ കൊത്താട്ടോ എന്തുമലയിലൊക്കെ കൊത്താട്ട് എന്തോ ഒരു രസീനിങ്ങളെ. അതൊക്കെ ഇപ്പോൾ ഒരു കാലാന്നപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ. മൂപ്പരധികം കടടച്ച് പോരുമ്പോൾ അങ്ങനെ മീൻ വാങ്ങി ഇങ്ങോട്ട് പോരലാണ്. രാത്രി നല്ല വില കുറവേക്കാറട്ടെ മീനൊക്കെ മാർക്കറ്റിൽ. അപ്പം പിന്നെ മത്തിക്കായാലും ചെറുവക മീനുകൾക്കൊക്കെ നല്ല വില കുറവാണ് കേട്ടോ. അധികം ഇവിടെ ചെമ്മീൻ കൊണ്ടുവന്നാലേ മറ്റേ കടായി ഉണ്ടാക്കലാണ് കേട്ടോ. നമ്മൾ പൊരിച്ചാട്ടേ അത് ഞങ്ങൾക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി തരേണ്ട. ഏതായാലും ഇവിടെ ഈ ചെമ്മീനും കൂന്തളും ഞണ്ടൊക്കെ നല്ലോണം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എൻ്റെ പുതിയാപ്പിൾക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര തീർപ്പതിയാണ്. അത് ഉണ്ടായാൽ കുട്ടികളൊക്കെ നല്ലോണം ചോറുന്നു കേട്ടോ. അതിറ്റൊക്കെ കിട്ടിയാൽ മതി. ആ ഞണ്ടിൻ്റെ ഒക്കെ കാല് കിട്ടിയാൽ മതി എൻ്റെ മകന്. അപ്പം പിന്നെ അത് നമ്മൾ വെക്കുമല്ലോ, ഒരു ഹോട്ടലിലൊക്കെ വെക്കണൊരു വെപ്പ് നല്ല കുറുന്നനങ്ങട്ട് അത് വെച്ചാൽ എന്തോ ഒരു തീർപ്പതിയാണ്. 2 പ്ലേറ്റ് ചോറുന്നു കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പം അവൻ പറഞ്ഞാട്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നാലോ എനിക്ക് കാണുമ്പോൾ ഭയങ്കര അർപ്പാണ് കേട്ടോ. പക്ഷെ ഉണ്ടാക്കിയാൽ തിന്നാലും നമ്മൾ ഉസാർ തന്നെ. അപ്പം ഇനി നമ്മളിതൊന്ന് കെഗ്ഗിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2-3 കെഗ്ഗലൊക്കെ അവിടെ കെഗ്ഗിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കീറി മുറിച്ചണം. ഞണ്ട് കാണുമ്പോൾ ഒരു അർപ്പാണ് എന്നുള്ളൂലേ, തിന്നാൽ നല്ല രസമാണ് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ മൂപ്പര് പറയാണ് ഈ ചെള്ളിൻ്റെ തലയൊക്കെ എടുക്കുമെന്ന്. മൂപ്പര ഉമ്മാൻ്റെ ഉടിയിൽ അങ്ങനെ ചെള്ളിൻ്റെ തലയൊക്കെ എടുത്താണ് ഓരോ കറിയൊക്കെ. പക്ഷെ എനിക്ക് കേട്ടിട്ടൊരു സുഖം കിട്ടിയില്ല. എങ്ങനെ എടുക്കൽ എന്നിട്ട് അമ്മക്കറ്റ പൊടിയാടില്ല. അപ്പം ഞാൻ തലയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വേണ്ട ഇപ്പം ഇനി. പിന്നെ നമ്മളിടക്ക് ചെള്ളി എന്നും പറയും, ഇടക്ക് ചെമ്മീൻ എന്നും പറയും. രണ്ടും ഒരു മുതൽ തന്നെയാണ് കേട്ടോ. വേറെ നാട്ടുകാരെന്തോ കുഞ്ചോ അങ്ങനെ എന്തോന്ന് പറയണ്ടല്ലോ. അപ്പം ഓരോ നാട്ടുകാർക്കും ഓരോ ഭാഷയാണ്. അപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ചെള്ളീന്ന് ഇനി പറയല്. ഇപ്പം എല്ലാവരും ഇപ്പോൾ ചെമ്മീൻ എന്നാണ് പറയുന്നത് ഇവിടെ. പിന്നെ ഈ ചെമ്മീൻ ചാറ് വെക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടുണ്ട് ഒരു ചാറക്കൽ. പഠിച്ചോനെ അതിൻ്റെ ഒരു രസം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചു കൂട്ടിയിട്ടാണ് വെക്കുക കേട്ടോ. അതിന് നമ്മൾ മലപ്പുറംകാർ പറയൽ അരച്ചു കൂട്ടിയ ചാറ് തന്നെയാണ്. അപ്പം പിന്നെ ചോറുന്നാൻ വരുന്ന ചോദിച്ചുമ്പം നമ്മൾ അയൽവാസികളൊക്കെ ചോദിച്ചും അരച്ചു കൂട്ടിയ ചാറുണ്ടോ എന്ന്. അത്രയ്ക്കും തെറുപ്പതിയാണ്. 4 മുരിങ്ങാകോലും ഉണക്ക ചെമ്മീനും ഇട്ടിട്ടാണ് കേട്ടോ ആ അരച്ചുകൂട്ടിയ ചാറുണ്ടാക്കുക നമ്മൾ. അപ്പം നമ്മൾ ചാറക്കാൻ വേണ്ടിയിട്ട് നല്ല നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം കരണ്ടടുപ്പത്തോട് വെച്ചിട്ടുണ്ട്
കേട്ടോ. അത് കണ്ടാൽ ഞങ്ങൾ വിചാരിച്ചു ഇതിനാണ് ഈ താത്ത നോൺ സ്റ്റിക്ക് എന്ന് പറയണതെന്ന്. നോൺ സ്റ്റിക്ക് ഇനി മക്കളേത് നമ്മളാ ഒട്ടി പിടിച്ചാത്ത പാത്രം ഉണ്ടല്ലോ, ഉള്ളിലൊന്നും ഒട്ടാത്ത അതിനെ ഇനിയത് അതിൻ്റെ കറിയൊക്കെ കുറേ ആട് പോയപ്പോൾ ഞാൻ എന്താണ് ചെയ്ത് അത് നല്ലോടെ വെറുതെ പൊടിപ്പിച്ച്. അപ്പം നല്ല ഒരു അൽമണി പാത്രമായി, കട്ടിയുള്ളൊരു അൽമണി പാത്രം. അപ്പം നമ്മളതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പിന്നെ ഉലുവയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളികളും പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെയാണിത്. അപ്പോൾ ഞാനൊരു 2-3 വറ്റൽമുളകുണ്ടല്ലോ, നമ്മളെ ചോന്തോള് നമ്മൾ പൊടിപ്പിച്ചാനൊക്കെ വാങ്ങണേ വറ്റൽമുളക് എന്നൊക്കെ ചിലവർ പറയണേക്കാം, അതും കൂടി അവിടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വലിയ 2 തക്കാളി കായ് ഒരു 3-4 പച്ചവെള്ളം എടുത്തിട്ട് അവിടെ കീറി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പകുതി സവാള കേട്ടോ. ഇവിടെ ബോംബാഴി എന്നൊക്കെ പറയല്, സവാള എന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നതാണ്. ഏതായാലും ആട്ടെ, അതും കൂടി ഒരു കണ്ടം കീറി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു 2-3 മിനിറ്റ് മൂടി വെച്ചാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടോ, മസാല പൊടികളൊക്കെ. അപ്പോൾ നമ്മൾ പെരയിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ച മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മൾ പിന്നെ കുറച്ച് പെരിഞ്ചീരപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് പെരിഞ്ചീരവും ഒരു 2 സ്പൂണോരും നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോരും കൊത്തമ്പാലി പൊടി ഇടുന്നുണ്ട് കേട്ടോ. കൊത്തമ്പാലി പറഞ്ഞാൽ മല്ലിപ്പൊടി കേട്ടോ, ചിലർക്ക് അറിയില്ലായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം ഒക്കെപാടെ കൂടി നല്ലപോലെ ഒന്നാട് മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടി അവിടെ പാർന്ന് കൊടുക്കുക. അതിപ്പോൾ ഞാൻ പാർന്നപ്പം ക്യാമറ എടുക്കാൻ വിട്ടതാണ്. എന്നിട്ട് രസപ്പും കൂടി അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്നാട് തിളപ്പിച്ച, എന്നിട്ട് നമ്മളെ ചെമ്മീനും കൂടി ഒക്കെ അവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചെമ്മീൻ ഒരു 5-6 വട്ടം കഴുകിയതാണ് കേട്ടോ. ഇനി നിങ്ങൾ താത്ത ചെമ്മീൻ കഴുകിയ കാട്ടായിട്ട് ഇനിയിപ്പോൾ കഴുകിയില്ല എന്നൊന്നും വിചാരിച്ചരുത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ മക്കളെ പറയണത്. അപ്പം ഇനി ഇത് നല്ലപോലെ ഒന്നാട് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്നാട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത്രയും പണിയുള്ളൂ. നമ്മളെ ചെമ്മീൻ ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലവർ ഇതിന് ചെമ്മീൻ മുളീറ്റി എന്നും പറയട്ടോ, നമ്മളിവിടെ ഉള്ള പോലെ തന്നെ. അപ്പം എന്തായാലും വേണ്ടില്ല, അടിപൊളി മണമൊക്കെയാണ് വരുന്നത്, നല്ല ഉഷാറായിക്കണ്. അപ്പം നിങ്ങൾക്കൊക്കെ നമ്മളെ ചെമ്മീൻ ചാറ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താളിട്ടോ. അപ്പം നമ്മൾ നാളെയും വരാം കേട്ടോ മക്കളെ.